1996 മെയ് 9 ബാംഗ്ലൂർ ആശ്രമം, ജ്ഞാനതളം 48. മിഥ്യാബോധം. എന്തുകൊണ്ടാണ് ഗുരുക്കന്മാരും ജ്ഞാനികളും ലോകത്തെ മിഥ്യയെന്ന് വിശേഷിപ്പിക്കുന്നത്? കാഴ്ചപ്പാടിലുണ്ടാക്കുന്ന വൈകല്യമാണ് മിഥ്യാബോധം. മിഥ്യാബോധത്തെ മിഥ്യാബോധമായി മനസ്സിലാക്കുന്നതാണ് ജ്ഞാനം. തെറ്റായ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ലോകാനുഭവങ്ങൾ. നമ്മുടെ ലോകാനുഭവം മിഥ്യയാണ്. ഓരോ അനുഭവവും ബുദ്ധിയെ മൂടുന്ന കാർമേഘമായി അസുഖകരമായ ഒരു മന്ദത സൃഷ്ടിക്കും. അനുഭവിക്കുന്ന ആൾ മാത്രമാണ് യാഥാർത്ഥ്യം. ദ്രഷ്ടാവിനെ അനുഭവങ്ങൾക്കിടയിൽ അനുഭവിക്കുന്ന ആൾ ആരാണോ അയാളെ അന്വേഷിക്കൂ. ഈ ക്ഷണത്തിൽ ഉണരൂ. ഭൂതകാലത്തിലെ എല്ലാ ഭൂതകാല അനുഭവങ്ങളെയും തല കുലുക്കി കുടഞ്ഞു കളയൂ. എന്നിട്ട് ഞാനാവുന്ന ശുദ്ധ ഉണ്മയെയും നിങ്ങളാവുന്ന ശുദ്ധ ഉണ്മയെയും നോക്കൂ. ചോദ്യം: എങ്ങനെയാണ് അനുഭവത്തെയും അനുഭവിക്കുന്ന ആളെയും വേർതിരിക്കുക? ഗുരുദേവ്: നിങ്ങൾ എല്ലാവരും ഇവിടെ ശരിക്കുമുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി കണ്ണുകൾ അടച്ച് ആരാണ് ശ്രദ്ധിക്കുന്നത് എന്ന് നോക്കൂ. ആരാണ് ചോദ്യം ചെയ്യുന്നത്? ആരാണ് ഇരിക്കുന്നത്? ആർക്ക് എന്ത് വേണം? ആർക്കാണ് ആശയക്കുഴപ്പം? നിങ്ങൾക്ക് ഒരു ഉത്തരവും കിട്ടിയില്ലായിരിക്കാം. സാരമില്ല. ജയ് ഗുരുദേവ്.